ഹലോ, അസ്സലാമു അലൈക്കും. ഞാനിന്ന് ഒരു പൊട്ടറ്റോയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. കുട്ടികൾക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ. അതിനായി 1/2 കിലോ ഉരുളക്കിഴങ്ങ് നന്നായി തൊലി കളഞ്ഞ് കഴുകിയിട്ട് എടുത്തിട്ടുണ്ട്. 1/2 ഇഞ്ച് കനത്തിലാണ് അത് കട്ട് ചെയ്തിട്ടുള്ളത്. കൂടുതൽ നൈസായിട്ട് എടുക്കരുത്. പിന്നെ ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ച് ഒരു 4 മിനിറ്റ് ഒന്ന് വേവിക്കുക. 4 മിനിറ്റിലും കൂടുതൽ വേണ്ട, അങ്ങനെ ഹാഫ് വേവായാൽ മതി. 4 മിനിറ്റ് മാത്രം വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് നന്നായി ഒന്ന് വെള്ളം വാർത്തൊരു ബൗളിലേക്ക് ഇടുക. നല്ല ചൂടാണ്. ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. 1 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലി, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, ഒരു 1/2 ടീസ്പൂണ് നല്ല ജീരകം പൊടിച്ചത്, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഇടുക എരിവിന്, പിന്നെ കുറച്ച് ഉപ്പ്, 1/2 ടീസ്പൂൺ ഉപ്പ്. പിന്നെ ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. അതൊന്ന് മിക്സ് ആവണം. കളറ് വേണമെങ്കിൽ റെഡ് കളർ ഇടുക. ഞാനതിന് വേണ്ടിയിട്ട് അതിട്ടിട്ടില്ല, കുട്ടികൾക്ക് നല്ലതല്ലല്ലോ. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, വറുത്തരിപ്പൊടി, ഒരു 2 ടീസ്പൂണ് കോൺഫ്ലവർ, ഒരു 2 ടീസ്പൂണ് കടലമാവ്. നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. എല്ലാതും കൂടി ഒന്ന് മിക്സ് ചെയ്യണം. ഒന്ന് കോട്ടിങ് ആവാനാണ്. വെള്ളം ഇപ്പോൾ വേണ്ട. നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നന്നായി വീണ്ടും ഒന്ന് മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്യുക. ഒന്ന് വെള്ളം കുടഞ്ഞിട്ട് വേണം പിന്നൊന്ന് ആ പൊടിയൊന്ന് നനക്കാൻ മാത്രമുള്ളൊരു വെള്ളം ഒഴിക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് എല്ലാതും കൂടി ആ മസാല ഒന്ന് കിഴങ്ങുമ്പോൾ പിടിക്കാനുള്ള അത്ര വെള്ളം മാത്രം മതി, അല്ലെങ്കിൽ കോട്ടിങ് പോകും. നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഇത് നല്ല ഇഷ്ടമാകും കുട്ടികൾക്ക്. സ്നാക്കായിട്ടും ലഞ്ച് ബോക്സിൽ വെക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുക. ഇനി ഒരു ചട്ടിയിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. നന്നായി എണ്ണ ചൂടായതിന് ശേഷം ഓരോന്നും ഒരേ കഷ്ണം എടുത്തിട്ട് ഇടുക, അല്ലെങ്കിൽ കട്ട പിടിക്കും. ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് ഇടണം. നല്ലോണം തിളച്ച എണ്ണയിലാണ് ഇടേണ്ടത്. നല്ല ചൂടായ എണ്ണ ആയിരിക്കണം കേട്ടോ. അപ്പം നല്ലൊരു റെസിപ്പി തന്നെയാണ്. കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവും ഈ പൊട്ടറ്റോ ചില്ലി എന്ന് പറഞ്ഞാൽ അത് സോസൊന്നും ഒഴിച്ചിട്ടുള്ളൊരു ഇതല്ല കേട്ടോ. കുട്ടികൾക്ക് പെട്ടെന്ന് വീട്ടിലെ ഉള്ള ഇൻഗ്രീഡിയൻ്റൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റിയൊരു റെസിപ്പിയാണ്. അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. കളറ് ആ കാശ്മീരി ചില്ലിയുടെ കളറാണ് ആ കാണുന്നത്. അപ്പോൾ നല്ലൊരു ക്രിസ്പി ആയിട്ടുള്ളൊരു ഇതാണ് കിട്ടിയിട്ടുള്ളത്. ഉള്ളിൽ നല്ല സോഫ്റ്റും പുറമെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരിതും. അപ്പോൾ കുറച്ച് എണ്ണയിൽ ഉപയോഗിച്ചാൽ മതി, കുറേശ്ശെ എണ്ണയിൽ ഉപയോഗിച്ചാൽ മതി. കളർ കണ്ടില്ലേ. അങ്ങനെ ആ ട്രിപ്പുമായി കോരി എടുത്തിട്ടുണ്ട്. കണ്ടില്ല, നല്ലൊരു കളറും നല്ലൊരു ഇതാണ്. നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. കുറച്ച് നേരമൊക്കെ തിരിക്കും. ഇനി കുറച്ച് പച്ചമുളക് നടുകീറിയതും കുറച്ച് കറിവേപ്പിലും കൂടി ഫ്രൈ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഭംഗിക്ക് വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട്. നല്ല മൊരിഞ്ഞ ഒരു പച്ചമുളകും കറിവേപ്പില. അപ്പോൾ കണ്ടില്ല, കാണാനും നല്ല ഭംഗിയുണ്ട്, തിന്നാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അസ്സലാമു അലൈക്കും.